അപ്പോൾ എല്ലാ മത്സരക്കാർക്കും വണ്ടിപ്പണിക്കാരൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നമ്മുടെ കറക്കൻ നമ്മൾ പ്രകാശിൻ്റെ ഇറക്കിയ വീഡിയോ കണ്ടത് വിശ്വസിക്കുന്നു. കാണാത്തതുണ്ടെങ്കിൽ പോയി കാണുക. പ്രകാശിൻ്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെറുകനെ കൊണ്ട് നേരെ ജിങ്കിക്ക് പോവാണ്. ജിങ്കിയിൽ AC കയറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ രാവിലെ സമയം 6 മണിയാവും. 5:05 ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന വഴിയില്ല. അതായത് എറണാകുളത്ത് കുണ്ടന്നൂർ പാർക്കിൻ്റെ ഇവിടുത്തെ വൈറ്റ് പോകുന്നതാണ് നമ്മുടെ ഈ ജിങ്കി. അവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ പരമ്പരയാന്ന് പറഞ്ഞു വരുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ക്യാമറമാനായി നിൽക്കുന്നത് നമ്മുടെ ബാബുലുമാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കഴിഞ്ഞ് കാണാം. നമ്മുടെ ഹൈവേയുടെ പണി അതെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇവിടെ ആയിട്ടൊക്കെയാണ് വഴികൾ. ഞങ്ങൾ ഏകദേശം കരുവാറ്റ കഴിഞ്ഞു. എന്ത് പണിഞ്ഞ് തീരും എന്നും ആർക്കും ഒരു ധാരണയില്ല. ഇതൊക്കെ അടുത്ത വർഷം തീർന്നാൽ മതിയായിരുന്നു. ചിലയിടത്ത് കൊണ്ട് ചിലയിടത്ത് കിഴി. ഇതിനകത്തൊക്കെ വണ്ടി ഇറങ്ങും. അതുപോലെ വണ്ടിയുടെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് വണ്ടിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് AC അതിൻ്റെ നമ്പർ നമ്മൾ അടിപൊളി ഒരു ഫാൻസി നമ്പറാണ്. അതൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ഷോർട്സ് പോലെ ഇടാം. അതെ, സൂപ്പർ നമ്പർ. സൂപ്പർ നമ്പർ എന്തല്ല നമ്മൾ പിടിച്ചെടുത്തോണ്ടാണ് നമ്പറാണ്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എന്തൊക്കെയൊക്കെ ചെയ്യണം. ടെസ്റ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതുപോലെ തന്നെ എല്ലാവരും എനിക്ക് കമന്റ് ഇട്ടായിരുന്നു. ഇരുട്ട സെറ്റ് ആറരയാന്ന് ചോദിച്ചായിരുന്നു. സെറ്റ് വർക്ക് ചെയ്യുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടാം കേട്ടോ. സെറ്റ് വർക്ക് പുറകിൽ വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല സെറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് മസ്റ്റായിട്ട് ഇപ്പോൾ ആദ്യം കയറ്റേണ്ടത് AC കയറ്റണം. AC കയറ്റാൻ വേണ്ടിയുള്ള പോക്കിലാണ് ഓട് ഷോണം. അത് നൈറ്റ് സർവീസ് ഉണ്ട്. കാഴ്ചയാണ് ഞങ്ങളിതാ സ്പോൺസർ ചെയ്യുന്നത്. രാവിലെ നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൽ കൂടെ ഉള്ളൊരു യാത്ര. അല്ല വിറയ്ക്കുന്നു. നൈറ്റെല്ലാം കംപ്ലൈന്റ് കേട്ടോ. ഈ നൈറ്റെല്ലാം അടിപൊളിയായിരുന്നു. ഈ സൈഡിലല്ല, ഈ സൈഡില്ല. എനിക്കൊന്ന് ഓഫ് ചെയ്താൽ അത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇവിടെ ഇരിക്കാൻ വയ്യ, ഭയങ്കര കൂടും. കൊണ്ടുപോയി പ്രകാശം കെട്ടിയിട്ട് ഫീസ് കൊണ്ട് പ്രകാശം കെട്ടിയിട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ഷോറൂമിൽ കൊണ്ടുവന്നൊരു ചെക്കപ്പൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ചെക്കപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ് എല്ലാം റെഡിയാക്കിയായിരുന്നു.
അത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അത് എല്ലാ വണ്ടിക്കും ഉള്ളതാണ്. പോയിട്ട് വരാൻ നേരത്തിൽ ചെക്കപ്പ്. ഇവിടുത്തെ റോഡ് ശരിയല്ല. റോഡ് ശരിയല്ല. നോക്കൂ, നിങ്ങളത് നോക്കൂ. മനോഹരമായ പാലമാണ് കാണുന്നത്. നോക്ക് മക്കളെ, നോക്ക്. എന്താണിത്? പോലീസല്ലേ ഞാൻ കൊണ്ടുവരുന്നത്? അതെ അതെ, പഠിച്ചേക്കാം. പോലീസല്ല, ഏതോ വകുപ്പാ. നമ്മുടെ നേർക്കല്ലേ, മാറിക്കളയാം. രാവിലെ പഠിച്ച ആൾക്കാർ വന്നു കേട്ടോ ഫ്ലൈഓവറിന്റെ. ഈ പൊരിഞ്ഞ വെയിലത്ത് ഈ പണിക്കാരെ സമ്മതിച്ചു കൊടുക്കണം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. നേരെ ചൊവ്വ നേരെ നിന്ന് നമ്മൾ വെയിൽ കൊണ്ടാൽ വാടിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശരീരമുള്ള നേരത്തെ ഇത് കഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ പിന്നെ കുഴഞ്ഞു പോകും. ഇന്നലെ ഞാനാണെങ്കിൽ കുറച്ച് വെള്ളിക്കിൻ്റെ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മളവിടെ ഒരു വർഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ ഒരു വെയിലത്തിട്ട് വണ്ടി പണിയുക. എന്തോ ആ കണ്ടിട്ടുണ്ട്. എനിക്കെന്തൊരു വല്ലാതായിപ്പോ. എന്നുവെച്ചാൽ നമുക്ക് ഈ വണ്ടിയിൽ ഇറങ്ങി റോഡിൽ വെളിയിലോട്ട് എന്നിട്ട് ചൂട് കാരണം കണ്ണുപോലും നേരെ പോയി തുറക്കാൻ പറ്റില്ല. അപ്പോൾ അവരവിടെ ഇപ്പോൾ പണിഞ്ഞ് അവരെ സമ്മതിച്ചു കൊടുക്കും. എല്ലാ പണിക്കും പുറത്തെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തെ പണി ഒരിക്കലും ഒരു ശാശ്വതമല്ലെന്ന് എനിക്ക് തോന്നുന്നു. നീയാണേ പോവും. പിന്നെ പൊരിഞ്ഞ വെയിലാണ്, പൊരിഞ്ഞ വെയിലേ. പിന്നെ ഈ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാൻ വയ്യ വെയിലത്ത് പോകുമ്പോ. പിന്നെ ആ വെളിയിൽ കണ്ണു തുറക്കാൻ വയ്യ. ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടോ? നല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു വൈകിട്ട്. വേറെ പണിയൊക്കെ കഴിയാതെ ഇല്ല. ഇവിടെ ആരും ഇങ്ങോട്ടല്ലേ അത്? അങ്ങനെ നമ്മുടെ ബൈപ്പാസ് പിക്കാവോ ആകാൻ പോകുന്നു. വണ്ടിക്ക് ലിപ്പൊക്കെ വെച്ചു കേട്ടോ. അത് പറയാൻ പറഞ്ഞു. ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അവിടെ വണ്ടിക്ക് ലിപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് റബ്ബർ ബീഡിങ് ഒക്കെ സെറ്റ് ചെയ്ത് മനസ്സിലാക്കി വെച്ചേക്കും. അത് കാണിച്ചു തരാം. ബൈപ്പാസ് നോക്കുന്നുണ്ട്. നമ്മളങ്ങനെ തുറവൂരെത്തിയിരിക്കുന്നു. നമ്മൾ ഗുഹയിൽ കയറാൻ പോകുന്നു. അരമണിക്കൂർ ഈ ഗുഹയുണ്ട് ഇനി. ശരിയാണല്ലോ, 1 മണിക്കൂറുണ്ട്. ഒരു മണിക്കൂർ കഷ്ടിയാണ്. ഇതായിരുന്നു. ഇപ്പൊ ഏകദേശം ഏതാണ്ട് 1.5 വർഷം തോന്നലേ. ഇന്നത്തെ അങ്ങോട്ടാണ് ശ്ലോകം. ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് ഈ ബൈപ്പാസ് മണ്ടയ്ക്കൂടെ? അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊന്നും മണ്ട കയറാൻ പറ്റുന്നില്ലല്ലേ? അല്ല, എവിടെയോ വഴിയുണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ അവിടെ വരെ കൂടാ. പിന്നെ അങ്ങനെ നമ്മുടെ ലിപ്പ് നമ്മള് നല്ല രീതിയിൽ പൊട്ടി വെച്ചേക്കുന്നുള്ളതുകൊണ്ട് അതൊന്നും ഇറങ്ങാൻ പറ്റില്ല. കട്ടത്തടിയൊക്കെ മേടിക്കേണ്ടി വരും. പടുകുഴിയാണോ ചെറുകുഴിയാണോ എന്ന് അറിയാൻ പറ്റത്തില്ല. ഇറങ്ങുമ്പോ ചെറുകുഴി.
ചെളി കൊണ്ട് ബലബലാന്ന് സൈഡൊക്കെ ശോകമായി. റെഡിയായിരുന്നെങ്കിൽ കുട്ടി പോലെ അപ്പുറത്തല്ലേ കേരളത്തിലെ ആദ്യത്തെ ഗുഹാ റോഡ്. കേരളത്തിലല്ല, നമ്മുടെ എറണാകുളം ജില്ലയിലെ. ഇവിടെ കയറി കഴിഞ്ഞാണല്ലോ നമ്മൾ നല്ല രീതിയിൽ ഓടി വന്നിട്ട് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഒരു മണിക്കൂർ വെറുതെ വേസ്റ്റ് ആയി പോകുന്നത്. വണ്ടി ഓടി മാറും, അതും ഇല്ല. വണ്ടി ഓടി മാറത്തുമില്ല. അതുപോലെ തന്നെ ഈ വലിയ വലിയ വണ്ടികളുണ്ടെങ്കിൽ ഫ്രണ്ടില് ട്രെയിലർ പോലത്തെ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഷോക്കാണ്. ഒരു ട്രെയിലറിനെ വെട്ടിയിട്ടാണ് ഒരു ട്രെയിലറെ ഞാൻ വെട്ടി കളഞ്ഞിട്ടായിരുന്നു. അല്ലെങ്കിൽ അതിന്റെ പുറകെ നടന്ന അടി ഉറപ്പാകും. ഒരു എത്രയ്ക്കെങ്കിലും അവിടെ ചെലവാണ്. അതും നടക്കണം. കല്ലൂർ കിടക്കുന്നുണ്ട്, മറിഞ്ഞു കിടക്കും. നൈസായിട്ട് നിന്ന് മറിഞ്ഞായിരുന്നു. അവസ്ഥയാണ് നിന്ന് വറ്റ മറിഞ്ഞു. സമയം എന്തുവായി? 7:10. 7:30 മുമ്പ് ഇറങ്ങണം. പണിക്കാരെല്ലാം ഇറങ്ങുന്ന സമയമാണ്. പിന്നെ ബ്ലോക്ക് ആയിരിക്കും. പിന്നെ വണ്ടി അനങ്ങത്തില്ല. നൈസായിട്ട് ഓടിപ്പോണേ കുഴപ്പമില്ല. കൊറേ അപ്പൂപ്പന്മാർ ഇറങ്ങിയിട്ടുണ്ട്, വണ്ടി ഓടിക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ പോയി പെട്ടെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ അടിക്കാൻ പോയതാ. ഇവിടെ ആണെങ്കിൽ അയ്യോ ഉത്സവമായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. അതിന്റെ അപ്പൂപ്പൻ വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ ഈ എച്ചയുടെ കാലെടുക്കാൻ അറിയാം. ഇച്ചിരി റിവേഴ്സ് എടുത്ത് തരാൻ പറഞ്ഞാ അവിടെ വൻ കലാപമായിരുന്നു. പോലീസുകാർ വരെ വന്ന് ഞങ്ങളെ ഈത്ത വിളിച്ചത്. വൻ കലാപം എന്ന് പറഞ്ഞാൽ വൻ കലാപമായിട്ട് പോലീസുകാർ അങ്ങോട്ട് ചോദിച്ചു എത്ര ഞങ്ങളിതിലെ കയറി വന്നതാണ്. നമ്മൾ കയറിച്ച് നമുക്കായിട്ട് അടിക്കാൻ തന്നെ ആയിരുന്നു സ്റ്റിക്കറിന്റെ പണിയുള്ളത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ആ ഒറ്റ അപ്പച്ചൻ കാണിച്ച പണിയാണ്. വണ്ടി പുറകിലോട്ട് എടുക്കുന്നത് ഓഫാകുന്നു, മുന്നോട്ട് എടുക്കുന്നത് ഓഫാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അപ്പന്മാർക്ക് ഒരു ഡ്രൈവറെ വെച്ച് ഓടിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. പോലീസുകാർ വന്ന് പറഞ്ഞു എന്തോ കാണിക്കോടാന്ന് ചോദിച്ചു. നമ്മളെന്ത് പറഞ്ഞു? സാറാ ഷെഡ് അപ്പുറത്താ. അപ്പുറത്തോട്ട് പോയാൽ കുറ്റം വണ്ടി എടുത്തോണ്ട് വന്നേ ഷെഡിലോട്ട് ആദ്യം കൊണ്ടുപോകും. സ്റ്റിക്കർ അടിക്കാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിരുന്ന അവന്മാര് ഒന്നേ ഇതിലെയാണോ എഴുതുന്നത് വരുന്നതെന്ന് പറഞ്ഞു. വേണ്ടാത്ത ടീമാ തോന്നുന്നു. അവിടെ മെയിനായിട്ട് ബ്ലോക്ക് പോയി. അവിടെ ഒരു ഹോസ്പിറ്റല് ആയിക്കോട്ടെയൊക്കെ പിന്നെ കഴിക്കാം. വിശപ്പാണേ. എങ്ങ് നിർത്തി കഴിക്കാനും പറ്റത്തില്ല. 8 മണിയാകുമ്പോൾ വണ്ടി വെളുപ്പിനെ എവിടെയെങ്കിലും പോകാൻ നേരത്ത് വെളുപ്പിനെ വിശക്ക് വാങ്ങിക്കുന്നു കമന്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മാത്രമല്ല മനസ്സിലാവുള്ളൂ. രാവിലെ എവിടെ പല്ല് വെച്ച് രാവിലെ വെളുപ്പാൻ 4 മണി 5 മണിക്ക് പോയി കഴിഞ്ഞാൽ 6:30 7 മണിയാകുമ്പോൾ വിശപ്പ് മഴക്കോളല്ല ഇത് മറ്റേ ഇന്ന എന്റെ മഴക്കോളോ
വരാകിലാണ് വീണിട്ട് ഞാൻ എത്ര ദിവസം എടുത്തു കളയാൻ. പണി നടക്കുന്നതിന്റെ കീഴിൽ രാവിലെ വെള്ളം ഒഴിക്കും. ഈ വാർത്തേൻ്റെ ഉണ്ടെങ്കിൽ വണ്ടികളെല്ലാം വീണ് കഴിഞ്ഞാൽ വെള്ള കളറ് ഇരിക്കുന്നു. പോവാൻ പാടാം. ദൈവം സഹായിച്ച് ഇതുവരെ കുഴപ്പമില്ലാതെ ഓടിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തു. എഴയുവാ തോണ്ടേ ഫ്രണ്ടി മറ്റേ സാധനം റോഡ് റോളറാന്ന് തോന്നുന്നു. ഫ്രണ്ടിലങ്ങ് വണ്ടി പോലും ഇല്ല, അതുകൊണ്ട് പുറകിന് മാല അടക്കുക. ഓ ട്രാക്ടറാണോ തീർന്നു വെച്ചാൽ തീർന്നു. ആവേശം തീർന്നു. ചമ്മച്ചാലോ എങ്ങനെയും ഏതൊരു ഗ്യാപ്പ് കൊണ്ടാ നോക്കിയിരിക്കും കേട്ടോ. കാറല്ലേ എല്ലാം കള്ളയാണ്. പുള്ളി ഇപ്പൊ ഇടത്തൂടെ പിടിക്കുമായിരിക്കും, അവിടെ സ്ഥലമുണ്ട്. അമ്പലം പ്രൈവറ്റ് ബസ് ഒക്കെ മര്യാദയുള്ള കൈ കാണിച്ചു. അതെ കോട്ടയത്ത് ചോദിച്ച് കണ്ടക്ടർ ഇല്ല കേട്ടോ. ഞങ്ങള് ബസ്സിനാണ് അത് സ്വിഫ്റ്റ് കിട്ടുന്ന മാസത്തിന് കയറുമല്ലോ. ഷിഫ്റ്റ് നോക്കിയിരുന്ന കാര്യം ഞാൻ ബാക്കി ഇരിക്കത്തില്ല കേട്ടോ, ഞാൻ പറയുന്നത് എടുത്തടിക്കും. അത് ഈ റോഡിൽ അണ്ണൻ എയറിലായിരിക്കും, ബാക്ക് ടയറില്ലേ, എനിക്ക് വണ്ടി ബാക്ക് ടയറിന്റെ ഫ്രണ്ടിൽ ഇരുന്നാ മതി. എടുത്ത് അപ്പൊ നമ്മുടെ ചെറുക്കൻ കേട്ടോ വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പൊ അവര് ഓടി റണ്ണിങ് ഷോട്ടൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. റണ്ണിങ് ഷോട്ട് കഴിഞ്ഞു. നീ അവരെ കാണിച്ചു കണ്ടു ദൈവമേ ഇതുപോലെ എടുത്ത കേട്ടോ. വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. ടെൻഷൻ ആക്കല്ലേ, നമ്മൾ എടുക്കും. ടൈമിംഗ് ഇവരുണ്ടല്ലോ ഇങ്ങോട്ട് കാണില്ല. ഞാൻ പറഞ്ഞു ഇവരോട് എത്ര നേരം കൊണ്ട് പറയാൻ രാജാക്കനാണ് മറ്റേ ഓടി ബൈക്ക് ഫ്രണ്ടിൽ നടന്നൊക്കെ വീഡിയോ എടുക്കും. ഇവരോട് പറഞ്ഞിട്ട് ഈ ബാഹുബലി ഒരു ബാഹുബലിയോ ചെറുക്കനെ എടുക്കാൻ പറഞ്ഞു. ക്യാമറ തുടച്ച് ഓണാക്കി വരുന്നത് നമ്മളെ ആ ചെറുക്കനെ പാടില് പോയി. ഇല്ല ഇനി വരും, നമ്മുടെ കൂടെ വരും. കണ്ടോ അവനെ സൂം ചെയ്ത് കാണിക്കണമല്ലോ. മറ്റേ വീഡിയോ കാണുന്നുണ്ട് ക്ഷമിക്കണം കേട്ടോ. പുതിയ ആളായിട്ട് അറിയത്തില്ല. വരും പുറകിന് വരും. പോയി അവൻ അവിടെ അങ്ങോട്ടാണ് പോന്ന് വണ്ടി മാത്രം കാണിച്ചില്ല. ആ വ്യക്തിയെ കാണിച്ചു കൊടുക്കണം.
വീഡിയോ എടുക്കും. അവൻ ചിലപ്പോൾ ഒരു മോഹൻ അഭിനയിക്കാൻ അത്ര നല്ലതല്ലേ? അത് വീഡിയോ എടുക്കട്ടെ. കൊട്ടാരത്തിന്റെ വാതിൽ കഴിഞ്ഞിരിക്കുന്നു. കൊട്ടാരം രാവിലെ ഓഫീസ് ടൈം തുടങ്ങി തിരക്കായി വരുന്നു. അതിന് മുമ്പ് നമുക്ക് സേഫ് സോണിൽ കയറണം. ഞങ്ങൾ വിചാരിച്ചാൽ 10 മണി അത് കഴിയുമെന്ന് നേരത്തെ ഓടിയെത്തി. തിരക്കിലാണ്. പിന്നെ നമ്മളെ കുറവൂര് കഴിഞ്ഞിട്ടുള്ള ചെറിയൊരു ഷോമോടിയുണ്ട്. തിരിച്ച് എറണാകുളം വൈകിട്ട് അപ്പുണ്ട് പച്ചവണ്ടിയാണ്. ഓ അതെല്ലാടും അത് മറ്റേ തുരുത്തി കൂടെ കയറി പോകുന്ന വണ്ടിയാ. നീലവണ്ടിയാണ്. പച്ചവണ്ടി മറ്റേ വണ്ടിയൊന്നും പോകാത്ത റൂട്ടിൽ കൂടെ ഒക്കെ പോത്തില്ല. വണ്ടി പോകത്തല്ല, ഗ്രാമവണ്ടി. ആ ഗ്രാമ വണ്ടിയാ. രാവിലെ തന്നെ വയറ് ചീത്ത വിളിക്കും. ജിങ്കിയിൽ അവിടെ ഹോട്ടലില്ല, ഒരു ഹോട്ടല് പോലും ഇല്ല. ആകെ ഉള്ളൊരു ചാപ്പ. അങ്ങോട്ട് ബൈക്കുകാരി കുടുങ്ങി നടക്കുക. ബൈക്കുകാർ അയ്യേഴ് നമ്മളൊക്കെ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഈ സമയത്ത് എഴുന്നേറ്റത് പോകുമല്ലോ. 10 മണി 10 മണിക്ക് എഴുന്നേക്കും. പിന്നെ എല്ലാവരും എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ വീണ്ടും കിടക്കുമല്ല, വീണ്ടും കിടക്കുമല്ല. 10 മണി കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് വന്ന് കിടക്കും. നമ്മള് പേരടിച്ചിട്ട് ഇത് ബോർഡർ കെട്ടിയിട്ട് നമ്മൾ അക്കറിലേക്ക് വെക്കാൻ അതിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. വെയിലാ ഇത് കണ്ടോ, വെയിലടിക്കുന്നേ. വളരെ വളരെ ഇവിടെ ചായ ഇപ്പറത്തെ ബഹളമാണ്. വൈകിട്ട് ലോൺ എടുക്കാൻ പോയിട്ട് വരുന്നതാണ്. തൃപ്പൂണിത്തറയിലൊക്കെ ഭയങ്കര കൊച്ചു വണ്ടിയുടെ ടാങ്കറാ മെയിനായിട്ട്. ടാങ്കർ അവിടെ അറിയുള്ളൂ. അപ്പുറത്തന്നെയുള്ള ടാങ്കർ. ഇങ്ങോട്ടുള്ള റോഡ് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലെന്നറിയാം. ഇപ്പൊ ഇതിന്റെ അടി കമന്റ് വരും. ഓ ഞങ്ങൾക്കാർക്കും അറിയാത്ത പോലെ 4 മിനിറ്റ് പോയാൽ എന്റെ പുതിയ പുതിയ വീഡിയോസ് കാണാം. എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഓരോ വീഡിയോയിൽ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ. അതാണ് നമ്മുടെ വീഡിയോ. നേരെ അമ്പലം. ഇവിടെ വരാനായിരുന്നു പാങ്ങി വളാൻ ഇപ്പൊ വരാനായിട്ട് ആശ്വാസം. അതെ, ഉറങ്ങാം. ഇവിടെ വന്ന അവർ സമയം എടുക്കും. അപ്പോൾ അതേ നമ്മൾ ജിങ്കിയിലെത്തി. ചെറുക്കനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ ഇതാണ് നമ്മൾ ലിപ്പ് വെച്ചത് കേട്ടോ. ലിപ്പും അടിയിൽ റബ്ബർ ബീഡിങ്ങും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചത് ഇച്ചിരി മണ്ടത്തരമാണെന്നും പറയാം. എങ്ങും കൊണ്ട് ഇറക്കാനൊന്നും നോക്കത്തില്ല. ഇവിടെ അതുപോലെ തന്നെ വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഗൾഫെയറിൻ്റെ വണ്ടിയുണ്ട്, 2020 കിടപ്പുണ്ട്, പിന്നെ ട്രാവലർ, അങ്ങനെ കുറേ വണ്ടി AC-യുടെ പണിയായിട്ട് വന്ന് കിടപ്പുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ഈ ഒരു പുള്ളി വന്ന് നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് സെക്യൂരിറ്റി എടുത്തിട്ട്
കുറച്ച് കഴിഞ്ഞ് അകത്ത് തരത്തുള്ളൂ. 10 മണിക്ക് ഇവിടെ തുറക്കുന്നത്. ഞങ്ങൾ 8:30 ആയപ്പോൾ ഇവിടെ എത്തി. ഇനി നമുക്ക് നേരെ തിരിച്ച് പോകണം. അപ്പോൾ സൂപ്പർവൈസർ വന്നിട്ട് സംസാരിച്ചിട്ട് വേണം പോവാൻ. എന്തെടുക്കുക, ഉറക്കോ വരുതും. എന്തുവാടാ ഇവിടെ കാണാൻ വയ്യ. എടാ ഇത് വെള്ളമാണ്, ഇവിടെ ടാങ്കാടാ. മീനെ വളർത്തുന്നതല്ല, കിണറാ അത്. ഭയങ്കര ഹൈറ്റ് കൂട്ടി പണി കേട്ടോ. അപ്പോൾ അതേണ്ട വേറൊരു വണ്ടിയുടെ AC BS6 ആട്ടാ. AC-ക്ക് പോണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2020 ഉണ്ട്, കൊച്ചിനുണ്ട്, കാശിനാഥ്, ട്രാവലർ കിടക്കുന്നു. ഇത്രേ ഉള്ളൂ കേട്ടോ. വണ്ടി വലിയ വണ്ടിയില്ല, വണ്ടിയൊക്കെ തിരക്ക് കുറവാണ്. എന്താ ഇവിടെ നിൽക്കുന്നത് പാപ്പോ? വേറെ രീതിയിൽ ഇറക്കിയേക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ സൂപ്പർവൈസറിനെ ഏൽപ്പിച്ചു. നമുക്കിവിടെ വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങി. ജിങ്കിയിൽ നിന്ന് കുറച്ച് അപ്പുറം പോകണം, ബസ് കിട്ടണമെങ്കിൽ. ഇനി അവിടെ പോയി ബസ് കയറിയിട്ട് വേണം പോകാൻ. ഞാൻ പോകുന്നു, ബാഹുല് പോകുന്നു. 1 കിലോമീറ്റർ നടക്കണം. ഒരു കാര്യവട്ട വരുന്നുണ്ട്. കാര്യവട്ടയ്ക്ക് ചില്ലറ കൊടുക്കണം. ആ ചില്ലറ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കും. ഇതുവരെ ഞങ്ങൾ ആഹാരം കഴിച്ചില്ല, ഇനി ആഹാരം കഴിക്കണം. ഓ, ചെവിട്ടി കൂടെ ഒക്കെ ഹോൺ അടിച്ചോണ്ട് ആണൊക്കെ അടുത്തൂടെ കൈ വീശി അടക്ക്. ഇടയ്ക്കിടയ്ക്ക് ശരീരം കുറയുന്നതല്ല. ഇൻഡസ് മോട്ടോഴ്സ്. നമ്മൾ നടന്നു വരുന്നത് വഴിക്ക് നമുക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി. അതിൽ കയറി നേരെ ഞങ്ങൾ വൈറ്റിലേക്ക് പോവുകയാണ്. തൃപ്പൂണിത്തറ കഴിഞ്ഞു കേട്ടാ. ഞങ്ങളെ അവർ വൈറ്റിലിൽ ഇറക്കി വിട്ടു മച്ചാമാരെ. വൈറ്റിലിൽ നിന്ന് നേരെ ഞങ്ങൾ ഹബിലേക്ക് നടക്കുന്നു. ബാഹുലി വേണ്ട കറക്കിക്കൊണ്ട് പോകുന്നു. വടേ പാവേ ചായ. നമ്മുടെ ഒരു കേബിളാട്ടോ ഇത്, വയർ കൊണ്ട് ചെല്ലാൻ പറ്റും. ഇത് മെട്രോ പോകണം. മെട്രോ സൂപ്പറാ. മെട്രോ പറഞ്ഞാൽ അവിടെ നിന്ന് ബസ് കയറി മെട്രോ എവിടെ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് വൈറ്റില. ആദ്യം എന്തെങ്കിലും കഴിക്കണം. കുറേ നേരമായിട്ട് ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി നടക്കുകയാണ്. പക്ഷേ ഇതുവരെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നേരം കുറേ ആയിട്ട് നടക്കുക. വൈറ്റിലെ ഹബിൽ ഹോട്ടലുണ്ടെന്ന് ആരാണ്ട് പണ്ട് പറയുന്നത് കേട്ടു. ഓ, എന്തൊരു ആശ്വാസം അടി കയറിയപ്പോൾ. ഓട്ടോക്കാരൊക്കെ കാലാവത്തി കൊടുത്താൽ മതി. എൻ്റെ ഇടയിൽ പൊക്കോളും.